ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസിലെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ഇത് സെക്കൻഡ് വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പ് ഇട്ട വീഡിയോസിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേജ് വൈസ് റിവൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഉപയോഗിച്ചിരുന്ന ഫസ്റ്റ് മെറ്റൽ ഏതാണ് ഫസ്റ്റ് മെറ്റൽ ഏതാണ്? ഹ്യൂമൻസ് ഉപയോഗിച്ച ഫസ്റ്റ് മെറ്റൽ ഏതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ 3 മെറ്റൽസ് 4 മെറ്റൽസ് തന്നിട്ടുണ്ട്. അയൺ ആണോ, ബ്രോൺസ് ആണോ, ഗോൾഡ് ആണോ, കോപ്പർ ആണോ? അപ്പോൾ എന്താണ്? കോപ്പറാണ്. ഓക്കെ, അപ്പോൾ കോപ്പറാണ് ഫസ്റ്റ് മെറ്റൽ നമ്മൾ യൂസ് ചെയ്തത്. എന്താണ്? കോപ്പർ. എന്താണ് ഫസ്റ്റ് മെറ്റൽ? എന്താണ്? കോപ്പർ. ഓക്കെ, ഫസ്റ്റ് മെറ്റൽ ഏതാണ്? കോപ്പർ. ഓക്കെ, നെക്സ്റ്റ്, ദ പീരീഡ് വെൻ ഹ്യൂമൻസ് യൂസ്ഡ് വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് മെറ്റൽസ് ഈസ് കോൾഡ് സ്റ്റോൺ ഏജ്, ഐസ് ഏജ്, മെറ്റൽ ഏജ്, ബ്രോൺസ് ഏജ്. അതായത് ഹ്യൂമൻസ് ആയുധങ്ങളും ടൂൾസും മെറ്റലോണ്ട് ഉണ്ടാക്കിയ ആയുധങ്ങളും ടൂൾസും ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു പീരീഡിന് നമ്മൾ പറയുന്നതാണ് മെറ്റൽ ഏജ്. അപ്പോൾ എന്താണ് മെറ്റൽ ഏജ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ദ പീരീഡ് വെൻ ഹ്യൂമൻസ് യൂസ്ഡ് വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് മെറ്റൽസ്. മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ വെപ്പൺസും ടൂൾസും ഉപയോഗിച്ചിരുന്ന ആ ഒരു പീരീഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് കോപ്പർ റീപ്ലേസ്ഡ് ബൈ ബ്രോൺസ് ഫോർ മേക്കിംഗ് ടൂൾസ്? പിന്നീട് ബ്രോൺസ് ഉപയോഗിക്കാൻ തുടങ്ങി, കോപ്പറിനെ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ്? കോപ്പർ വാസ് എക്സ്പെൻസീവ്, കോപ്പർ വാസ് റെയർ, കോപ്പർ വാസ് നോട്ട് ഷൈനി, കോപ്പർ വാസ് നോട്ട് സ്ട്രോങ് ഇനഫ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണ്? എക്സ്പെൻസീവ് ആയതോ അല്ലെങ്കിൽ റെയറായിട്ട് കിട്ടുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഷൈനി ഇല്ലാത്തത് കൊണ്ടോ? ഒന്നുമല്ല. കോപ്പർ വാസ് നോട്ട് സ്ട്രോങ് ഇനഫ്, അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെന്താണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്? ബ്രോൺസ് ആണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ആദ്യം മെറ്റൽ ഉപയോഗിച്ചിരുന്നത് കോപ്പറാണ്, പിന്നീട് ബ്രോൺസ് റീപ്ലേസ് ചെയ്തു. ബ്രോൺസ് ഈസ് ആൻ അലോയ് ഓഫ്. ബ്രോൺസ് എന്ന് പറയുന്നത് അത് എന്തിൻ്റെ മിക്സിംഗ് ആണ്? അയൺ ആൻഡ് കോപ്പർ, ടിൻ ആൻഡ് സിൽവർ, കോപ്പർ ആൻഡ് ടിന്ന്, കോപ്പർ ആൻഡ് ലെഡ്. ബ്രോൺസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ പീരീഡ് വെൻ ടൂൾസ് മെയ്ഡ് ഓഫ് ബ്രോൺസ് വെർ യൂസ്ഡ് ഈസ് കോൾഡ്. ബ്രോൺസ് മെറ്റൽ ഉപയോഗിച്ച് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി അത് ഉപയോഗിക്കാൻ തുടങ്ങിയ ആ ഒരു പീരീഡിന് പറയുന്ന പേരാണ് ബ്രോൺസ് ഏജ്, കോപ്പർ ഏജ്, അയൺ ഏജ്, സ്റ്റോൺ ഏജ്. എന്താണ്? ബ്രോൺസ് ഏജ്. എന്താണ്? ബ്രോൺസ് ഏജ് എന്നാണ് അതിന് പറയുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ റിസൾട്ട് ഓഫ് യൂസിങ് ബ്രോൺസ് ടൂൾസ്? ഈ ബ്രോൺസ് ടൂൾസ് ഉപയോഗിക്കുന്നതിനെ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഉപകരണം. വിച്ച് ഓഫ് ദ ഫോളോയിങ്, എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരുന്നു എന്ന്? ഡിക്ലൈൻ ഇൻ ഫാമിംഗ് ഒക്കെ നശിച്ചുപോയി ആണോ? അല്ല. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്, ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ, എൻഡ് ഓഫ് ട്രേഡ്. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. ബ്രോൺസ് ടൂൾസൊക്കെ ഉപയോഗിച്ചപ്പോൾ എന്താണ്? അഗ്രികൾച്ചർ ഒന്ന് വിപുലീകരിക്കപ്പെട്ടു, അങ്ങനെ ലാൻഡൊക്കെ എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. അതാണ് ബ്രോൺസ് ടൂൾസ് ബ്രോൺസ് ടൂൾസ് ഹെൽപ്സ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചർ ലാൻഡ്. ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ലെഡ് ടു ലെസ് ട്രേഡ്, ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, ഡിക്ലൈൻ ഇൻ പോപ്പുലേഷൻ, എൻഡ് ഓഫ് സിവിലൈസേഷൻ. അപ്പോൾ നമ്മൾ ബ്രോൺസ് ടൂൾസ് ഉപയോഗിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? ലാൻഡ് എക്സ്പാൻഡ് ചെയ്തു അല്ലേ? എക്സ്പാൻഡ് വന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? അങ്ങനെ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ലെഡ് ടു ലെസ് ട്രേഡ് കുറഞ്ഞതാണോ? അല്ല. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, അത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനാണ് കാരണമായത്. അപ്പോൾ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ലെഡ് ടു ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 8th ക്വസ്റ്റ്യൻ. സെൻറ്റർ ഓഫ് എക്സ്ചേഞ്ച് ലേറ്റർ ട്രാൻസ്ഫർ ടു. അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യല്ലോ, അത് പിന്നീട് എന്തായി മാറി? വില്ലേജ് ആണോ, ടൗൺ ആൻഡ് സിറ്റീസ് ആണോ, ഫോറസ്റ്റ് ആണോ, ട്രൈബ്സ് ആണോ? അത് ടൗൺസ് ആൻഡ് സിറ്റീസായി മാറി. അപ്പോൾ സെൻറ്റർ ഓഫ് എക്സ്ചേഞ്ച് ലേറ്റർ ട്രാൻസ്ഫർ ടു
ടൗൺസ് ആൻഡ് സിറ്റീസ്. അപ്പോൾ നമ്മൾ ബ്രോൺസ് ഏജിൻ്റെ സ്പെഷ്യാലിറ്റീസാണ് ഈ ഒരു 3 ക്വസ്റ്റ്യനിലായിട്ട് പറഞ്ഞത്. എന്താണ്? നമ്മൾ ടൂൾസ് മെയ്ഡ് ഓഫ് ബ്രോൺസ് വർ യൂസ്ഡ്. പിന്നെ ആസ് എ റിസൾട്ട് ഓഫ് ബ്രോൺസ് ടൂൾസ് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, പിന്നെ സെൻറ്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ലേറ്റർ ട്രാൻസ്ഫോർ ടു ടൗൺ ആൻഡ് സിറ്റീസ്. ഇങ്ങനത്തെ 4 ഫീച്ചേഴ്സാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോർമേഷൻ ഓഫ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വാസ് സെൻറ്റേർഡ് അറൗണ്ട്. അപ്പോൾ ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷനൊക്കെ എവിടെ ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു? വില്ലേജസ് ആണോ, റിവേഴ്സ് ഓൺലി, സിറ്റീസ്, ഫോറസ്റ്റ്? അപ്പോൾ സിറ്റീസാണ്. ബ്രോൺസ് ഏജ് ഒക്കെ സിറ്റീസ് ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ? ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിൽ കുറച്ച് പിന്നെ സിവിലൈസേഷൻ വന്നിട്ടുണ്ട്. അതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. മെസോപ്പൊട്ടേമിയൻ, ഹാരപ്പൻ, ഈജിപ്ഷ്യൻ. പെടാത്തത് ഏതാണ്? റോമനാണ്. ബാക്കിയൊക്കെ എന്താണ്? മെസോപ്പൊട്ടേമിയയും ഹാരപ്പനും ഈജിപ്ഷ്യനും ഒക്കെ ബ്രോൺസ് ഏജ് സിവിലൈസേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഡെവലപ്ഡ് അലോങ് ദ ഇൻഡസ് റിവർ. അപ്പോൾ ഇൻഡസ് റിവറിൻ്റെ അടുത്ത് ഡെവലപ്പ് ചെയ്ത ആ സിവിലൈസേഷൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. മെസോപ്പൊട്ടേമിയൻ, ഹാരപ്പ, ഈജിപ്ഷ്യൻ, ചൈനീസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഉണ്ട്, ഹാരപ്പൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, ഈജിപ്ഷ്യൻ ഉണ്ട്. അതിൽ ഹാരപ്പൻ സിവിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസ് റിവറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓരോന്നും ഓരോ റിവറുമായിട്ട് കണക്റ്റഡ് ആണ്. തീർച്ചയായും നമ്മൾ പഠിച്ചിരിക്കണം. ഹാരപ്പൻ എന്താണ്? ഇൻഡസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഡെവലപ്ഡ് മെയിൻലി അലോങ് ദ യൂഫ്രട്ടീസ് റിവർ, യാങ്ഷെ റിവർ, നൈൽ റിവർ, ഗാഞ്ചസ് റിവർ. അപ്പം ഗംഗ. ഓക്കെ, അപ്പോൾ ഏതാണ്? നൈൽ റിവറാണ്. ഈജിപ്ഷ്യന് നൈല്. അപ്പോൾ ഈജിപ്ഷ്യൻ ഏതാണ്? നൈലാണ്. നൈലിൻ്റെ ദാനം എന്നാണ് ഈജിപ്ത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഹാരപ്പൻ, ഇൻഡസ്, ഈജിപ്റ്റ്, നൈല്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഈസ് നോൺ ആസ് ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ? അങ്ങനെ ഒരു വിശേഷണം ഉള്ളത് എന്താണ്? ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനാണ് ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ ചൈനീസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ മെയിൻലി ഡെവലപ്ഡ് അലൗഡ്. ഇനി ചൈനീസ് ബ്രോൺസ് ഏജ് എവിടെയാണ്? ഒരു റിവറാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. നൈൽ റിവർ, ഹുയാങ്ങോ റിവർ, ആമസോൺ റിവർ, ഇൻഡസ് റിവർ. ഓക്കെ, അപ്പോൾ ഹുയാങ്ങോ ആണ് ചൈനീസ് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റിവർ. നെക്സ്റ്റ്, വാട്ട് വാസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ബ്രോൺസ് ഓവർ കോപ്പർ? അപ്പം ബ്രോൺസ് കോപ്പറിനെ ഉപേക്ഷിച്ച് ബ്രോൺസ് തുടങ്ങി അതിൻ്റെ ഒരു എന്താണ് അഡ്വാൻറ്റേജസ്? ലൈറ്റർ വെയ്റ്റ്, ഗ്രേറ്റർ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി, ചീപ്പർ ടു പ്രൊഡ്യൂസ് മോർ ഷൈനി. അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം എന്താണ്? ഗ്രേറ്റർ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. നല്ല സ്ട്രോങ് ആയിരുന്നു ബ്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ ആണ്. ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് ട്രേഡ് ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ് വാസ് മെയിൻലി ത്രൂ. അപ്പം നമ്മൾ ബ്രോൺസ് ഏജിൽ ഒരുപാട് ട്രേഡൊക്കെ നടന്നു അല്ലേ? അപ്പോൾ ആ സമയത്തൊക്കെ ആ ട്രേഡൊക്കെ നടന്നത് എങ്ങനെയായിരുന്നു? ത്രൂ മണി ആണോ, അല്ലെ എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണോ? അതിന് വേറൊരു പേര് പറയും ബാർട്ടർ സിസ്റ്റം. പിന്നെ കോയിൻസ് ആണോ, ക്രെഡിറ്റ് ആണോ? അപ്പോൾ ബ്രോൺസ് ഏജിൽ ട്രേഡൊക്കെ നടന്നത് ഇൻ ദ ഫോം ഓഫ് എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ്. മറക്കാതിരിക്കുക, എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ബ്രോൺസ് ഏജ് കെയിം ആഫ്റ്റർ വിച്ച് പീരീഡ്? അപ്പോൾ ഏത് പീരീഡ് കഴിഞ്ഞിട്ടാണ് ബ്രോൺസ് ഏജ് വന്നത്? സ്റ്റോൺ ഏജ് കഴിഞ്ഞിട്ടാണ് ബ്രോൺസ്. ആദ്യം കല്ലാണ് വന്നത്, പിന്നാണ് നമ്മൾ ബ്രോൺസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓക്കെ, നെക്സ്റ്റ്, ദ ബ്രോൺസ് ഏജ് കെയിം ആഫ്റ്റർ വിച്ച് പീരീഡ്? അത് നമ്മൾ പറഞ്ഞു, സ്റ്റോൺ ഏജ്. 18th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ മെയിൻ ചേഞ്ച് ഇൻ സെറ്റിൽമെൻറ്റ് പാറ്റേൺ ഡ്യൂറിങ് ബ്രോൺസ് ഏജ്? അപ്പോൾ എന്താണ് മെയിനായിട്ടുള്ള സെറ്റിൽമെൻറ്റിനുണ്ടായ ഒരു മാറ്റം? പീപ്പിൾ മൂവ്ഡ് ടു കേവ്സ്. ആൾക്കാരൊക്കെ ഗുഹയിലേക്ക് പോയതാണോ? ടൗൺസ് ആൻഡ് സിറ്റീസ് ഡെവലപ്ഡ്. ടൗണും സിറ്റീസും ഉണ്ടായതാണോ? പീപ്പിൾ കെയിം നോമാഡ്സ് അഗെയിൻ, ഫാമിംഗ് ഡിക്ലൈൻഡ്. ഇങ്ങനെയാണ്. എന്താ ഇതിൽ സംഭവിച്ചത്? ബ്രോൺസ് ഏജിൽ കുറച്ചും കൂടി എല്ലാം വികസിക്കുകയാണ് ചെയ്തതല്ലേ? ടൗൺസ് ആൻഡ് സിറ്റീസ് ഡെവലപ്ഡ്. എന്താണ്?
towns and cities developed. Next question ആണ് 19th question. Which civilization is famous for its pyramid? അറിയാമല്ലേ, നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം എഴുതാം. ഈജിപ്തിലാണ് പിരമിഡ്, നൈലിൻ്റെ ദാനം, ഇതൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ്. അപ്പോൾ പിരമിഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ എഴുതേണ്ടതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ദ ബ്രോൺസ് ഏജ്? ബ്രോൺസ് ഏജിനെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ട്രൂ ആയത് ഏതാണ്? പീപ്പിൾ ഓൺലി ഹണ്ടഡ് ആൻഡ് ഗാതേർഡ് ഫുഡ്, തെറ്റാണ്. കോപ്പർ വാസ് സ്ട്രോങ്ങർ ദാൻ ബ്രോൺസ്, അതും തെറ്റാണ്. സിവിലൈസേഷൻ ഡെവലപ്ഡ് സെൻറ്റേർഡ് അറൗണ്ട് സിറ്റീസ്, അതാണ് കറക്റ്റ് ആൻസർ. സിവിലൈസേഷൻ ഡെവലപ്ഡ് സെൻറ്റേർഡ് അറൗണ്ട് സിറ്റീസ്. ദർ വാസ് നോ അഗ്രികൾച്ചർ, അതൊക്കെ തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ വൈ ബ്രോൺസ് വാസ് പ്രിഫേർഡ് ഓവർ കോപ്പർ ഫോർ മേക്കിംഗ് ടൂൾസ്. അപ്പോൾ ഇതൊരു എക്സ്പ്ലെയിൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് അല്ല. പിന്നെ അടുത്തത് ഡിസ്ക്രൈബ് 2 ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ് ദാറ്റ് ഒക്കേർഡ് ഡ്യൂ ടു യൂസ് ഓഫ് ബ്രോൺസ് ടൂൾ. ലിസ്റ്റ് ഓഫ് 2 ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആൻഡ് ദെയർ ലൊക്കേഷൻസ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ ഇതന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കോപ്പറിനെ പ്രിഫർ ചെയ്യാൻ കാരണം എന്താണ്? ഹ്യൂമൻ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, പിന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷനും അതിൻ്റെ ലൊക്കേഷനുമാണ് എഴുതാൻ. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് എഴുതാം. Bronze was stronger than harder than copper, making it more suitable for tilling the soil, cutting trees and making durable weapons. അപ്പം ബ്രോൺസ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആണ്, ഹാർഡർ ആണ് ദാൻ കോപ്പർ. ഓക്കെ, ഇനി അടുത്ത ഡിസ്ക്രൈബ് 2 ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ് ദാറ്റ് ഒക്കെ ഡ്യൂ ടു യൂസ് ഓഫ് ബ്രോൺസ് ടൂൾ. ഈ ബ്രോൺസ് ടൂൾസ് ഉപയോഗിച്ചിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ 2 ഇമ്പോർട്ടൻറ്റ് മാറ്റം എന്താണ്? എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. അഗ്രികൾച്ചർ ലാൻഡ് ഒരുപാട് എക്സ്പാൻഡ് ആയി, അതായത് ടൂൾസ് കണ്ടുപിടിച്ചു, അപ്പോൾ ഒരുപാട് കൃഷി ചെയ്യാൻ തുടങ്ങി. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്തു, വിച്ച് ലെഡ് ടു ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ടൗൺസ് ആൻഡ് സിറ്റീസ്. അപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്താണ്? ടൗൺസും സിറ്റീസൊക്കെ ഉണ്ടായി. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലിസ്റ്റ് എനി 2 ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആൻഡ് ദെയർ ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ പറയാനാണ്. ഒന്നാമത് നമുക്ക് മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ബിറ്റ്വീൻ റിവേഴ്സ് ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ്. ഹാരപ്പൻ അലോങ് ദ ഇൻഡസ് റിവർ. അപ്പോൾ നമ്മൾ ഈ റിവേഴ്സും സിവിലൈസേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എക്സാമിന് വരും, അത് നിങ്ങൾ പഠിച്ച് വെക്കേണ്ട തന്നെ വേണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യന് എഴുതാനാണ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്യാണ്. മെസോപ്പൊട്ടേമിയൻ ഏത് റിവറാണ്? ഈജിപ്ഷ്യൻ ഏത് റിവറാണ്? ഹാരപ്പൻ ഏത് റിവറാണ്? ചൈനീസ് ഏത് റിവറാണ്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏതൊക്കെയാണ്? അപ്പോൾ മെസോപ്പൊട്ടേമിയൻ ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ്, ഈജിപ്ഷ്യൻ നൈലാണ്, ഹാരപ്പൻ ഇൻഡസ് ആണ്, ചൈനീസ് ഹൊയാഹോ ആണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ 2ാമത്തെ വീഡിയോ ആണ് ഇത്. ഇതിനു മുമ്പ് ഒരുപാട് 2-3 വീഡിയോസ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.